ത്രോട്ട് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് സൗണ്ട് കുറച്ച് കുറവായിരിക്കും. രാവിലെ ശങ്കരയും ഗൗരിയും ടി വി കണ്ടുകൊണ്ടിരുന്നപ്പം എന്നിട്ട് ഉടനെ കുറേ നാളായിട്ട് ടി വി കാണുന്നൊരു ഇതാണ്, സ്കൂളില്ലാത്ത ദിവസം ശനി ഞായറും. അപ്പം ഇവർ ഡോഗ്സിൻ്റെ അടുത്തോട്ട് പൊക്കോന്ന് പറഞ്ഞാൽ അപ്പോഴേ ടി വി ഓഫ് ചെയ്തോളും. അങ്ങനെ ഒരു ഗുണമുണ്ട്. ടി വി ഫോൺ അങ്ങനെ ഒരു കാര്യവും വേണ്ട. അപ്പം ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് കുഞ്ഞുങ്ങളെ എടുത്ത് ഞാൻ പറഞ്ഞു താഴെ കൊണ്ടുവന്ന് കുറച്ച് നേരം കളിപ്പിക്കുകയൊക്കെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവരെ എടുത്തുകൊണ്ട് വന്ന് താഴെ നിർത്തിയിരിക്കുന്നതാണ്. അപ്പോൾ ഇതാ സിംബയാണ്, ഇവരുടെ ഫാദറാണ്. അപ്പോൾ അവനാണേലും കുഞ്ഞുങ്ങളെ വലിയ ഇഷ്ടമാണ്, കളിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അവരുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക, അവർ ഇത് കളിയൊക്കെ കണ്ടിങ്ങനെ രണ്ടുപേരുടെ രാവിലെ ഇങ്ങനെ ഇരിക്കുക. അപ്പുറത്ത് മെല്ലെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. നമുക്ക് 2 കുഞ്ഞുങ്ങൾ ഇല്ല, മൊത്തം 6 എണ്ണം ഉണ്ടായിരുന്നു. ഇപ്പോൾ 4 പേരേ ഉള്ളൂ. 2 എണ്ണം നത്തുമായിരുന്നു. എന്നാലും 4 പേര് നല്ല ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ടുണ്ട്. കുറച്ച് ദിവസം കൂടെ നമ്മുടെ കൂടെ ഇവരുണ്ടാകത്തുള്ളൂ, നമ്മൾ കൊടുക്കും ഇവരെ. അപ്പം എല്ലാവരും ഉള്ള ഇത്രയും ദിവസം ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ എന്ന് ഓർത്തു. എനിക്കിപ്പോൾ ഇത്രയും എണ്ണത്തിനെ കൂടെ നോക്കാൻ പറ്റത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കാൻ നിർത്തിയേനെ. എന്തായാലും പോയി കഴിയുമ്പോൾ ഒരു വിഷമമായിരിക്കും. അങ്ങനെ സിംബ ഉപദ്രവിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ അവൻ ഒന്നും ചെയ്തില്ല. ആദ്യത്തെ ദിവസം പ്രസവിച്ച് കിടന്നപ്പോഴാണെങ്കിലും അവൻ മാറിക്കിടന്ന് ഉറങ്ങുമായിരുന്നു, അവനടുത്തേക്കൊന്നും പോയതേ ഇല്ല. സിംബ ഒരു സൈലൻറ്റ് നേച്ചറാണ്, ഭയങ്കര സൈലൻ്റ് ആണ് അവൾ. ആരെങ്കിലും പുറത്തുള്ള ആൾക്കാരെ കാണുമ്പോഴാണ് പെട്ടെന്ന് അവൻ്റെ ഒരു സ്വഭാവത്തിലൊരു ചേഞ്ച് നമുക്ക് മനസ്സിലാവും. നമ്മുടെ അടുത്തൊക്കെ ആണെങ്കിൽ ചില കുട്ടികൾ എപ്പോഴും ഇങ്ങനെ വാ തുറന്ന് വെച്ചിങ്ങനെ അണച്ചണച്ച് അങ്ങനെ നമ്മൾ വരുമ്പോഴാണെങ്കിലും നക്കുക അങ്ങനെ. ഇവൻ പക്ഷേ അങ്ങനെ ഒന്നുമില്ല, ഇവനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവനിപ്പോൾ വായ അടച്ചു പിടിച്ച് നമ്മുടെ അടുത്ത് ഇങ്ങനെ നോക്കി ഇങ്ങനെ സാധാ മനുഷ്യരെങ്ങനെയാണോ അങ്ങനെയൊക്കെ ഒരു പിന്നെ എല്ലാ ഫുഡും കഴിക്കുകയും ചെയ്യും. ദോശ, ഇഡലി, അപ്പം, ചപ്പാത്തി എല്ലാ ഫുഡും 2 നേരം കഴിക്കും. ഈ പെഡിഗ്രി തന്നെ ഒരു നേരം പക്ഷേ പെഡിഗ്രി കൊടുക്കും. പിന്നെ ഇതുവരെ 1.5 വയസ്സ് കഴിഞ്ഞ് ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല, ഹെൽത്ത് ഇഷ്യൂസൊന്നും വന്നിട്ടില്ല. ഇടയ്ക്ക് ഈ ജലൂസിൽ നമ്മളൊക്കെ കഴിക്കുന്ന ജലൂസിൽ ഫുഡിനകത്ത് പൊടിച്ച് കൊടുക്കും. അപ്പം ഇങ്ങനെ വേറെയുടെ പ്രശ്നങ്ങൾ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. ഇത് കൂടുതലും വലിയ ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലാത്ത ടൈപ്പ് ഒരു ബ്രീഡാണിത്. സ്പിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ സ്പിറ്റ്സ് എന്ന് പറഞ്ഞൊരു ബ്രീഡാണ്. അപ്പോൾ വലിയ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല. പുറത്ത് കുറച്ച് സ്പേസും കൂടെ ഉള്ളവരാണെങ്കിൽ ഇവരങ്ങനെ നടന്നോളും. അതേസമയം ആരെങ്കിലും വന്നാൽ നല്ല ഈ പൊമറേനിയൻ പോലത്തെ ഭയങ്കര കുഞ്ഞു ശബ്ദമല്ല, നല്ല വലിയ ശബ്ദത്തിൽ തന്നെ കുരയ്ക്കുകയും ചെയ്യും. ഇവിടെ ഇപ്പം സിംബ ആൾ സൈലൻ്റ് ആണെങ്കിലും ടെറസിൻ്റെ മുകളിൽ ഷീറ്റുണ്ട്. ശീറ്റിൻ്റെ മണ്ടയിൽ കയറി നിൽക്കും അവർ ഫുള്ള് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഭയങ്കരമായിട്ട് അവർ നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ തരുന്ന ടൈപ്പ് ഒരു ഡോഗാണ്. അപ്പം ശങ്കരയും ഗൗരി ആണെങ്കിലും കടയിലൊക്കെ പോവുകയാണെങ്കിലും അവർ പോയിട്ട് തിരിച്ച് വരുന്നവരാൻ മേളിൽ നിന്ന് വാച്ച് ചെയ്യും. എന്തെങ്കിലും അവരാർക്കാരെങ്കിലും മിണ്ടാൻ ശ്രമിക്കുമോ എന്തെങ്കിലും ചെയ്താൽ അവൻ ഭയങ്കരമായിട്ട് കുരയ്ക്കും. അപ്പോൾ നമുക്ക് അറിയാം ഇവരതിൽ പോകുമ്പോൾ ദിവസം ഞാൻ ആ വീഡിയോ ചെയ്യാം. ഒരു ഗേറ്റ് തുറന്ന് കിടക്കുമ്പോഴേ അവൻ നോക്കി നിൽക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ളൊരു ബ്രീഡാണിത്. എന്നാൽ അങ്ങനെ വലിയ അക്രമകാരികളോ ഒന്നുമല്ല. വേണ്ട ആൾക്കാരുടെ അടുത്ത് സൈലൻ്റ് ആയിട്ടും അല്ലാത്ത ആൾക്കാരുടെ അടുത്ത് ഭയങ്കര വയലൻ്റ് ആവും, വേണമെങ്കിൽ കടിക്കുകയും ചെയ്യുന്നൊരു ടൈപ്പ് ബ്രീഡാണിത്. എന്തായാലും അവർക്ക് 2 പേർക്കും ഭയങ്കര ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. വേറെ ഇപ്പോൾ ഈ ഫോണിലൊക്കെ നമുക്ക് നോക്കുന്ന അങ്ങനത്തെ ഭയങ്കര ഇതായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നിർബന്ധ ബുദ്ധിയൊക്കെ